മുമ്പ് ഒരു ടാസ്കിൽ നമ്മുടെ ജിൻഡോ മുടിയനെ ഇങ്ങനെ വട്ടം പിടിച്ചത് ഓർമ്മയുണ്ടാവുമല്ലോ അല്ലേ, നമ്മുടെ കോയിൻ ടാസ്കിൽ. അപ്പോൾ അന്ന് വലിയ പ്രശ്നങ്ങളൊക്കെ ആയി മുടിയനടക്കം ജിൻഡോയ്ക്കെതിരെ ശക്തമായിട്ട് തിരിഞ്ഞ ഒരു സംഭവമായിരുന്നു അത്. അപ്പോൾ ഇന്ന് മുടിയൻ്റെ അമ്മയും സഹോദരനും ഒക്കെ വന്ന സമയത്ത് ജിൻഡോ പോയിട്ട് ഞാൻ അന്ന് ചെയ്തതിൽ വിഷമമായിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം, ആ ടാസ്കിൻ്റെ ഇടയിൽ പറ്റിപ്പോയതാണ്, സോറി എന്ന് ജിൻഡോ പറയുന്നുണ്ട്. അപ്പോൾ മുടിയൻ്റെ അമ്മ പറയുന്നുണ്ട്, അയ്യോ അതൊന്നും കുഴപ്പമില്ല, അത് ടാസ്ക് അങ്ങനെയല്ലേ, കണ്ടപ്പോൾ കുറച്ച് വിഷമം തോന്നി, പക്ഷേ ടാസ്കിൻ്റെ ഭാഗമായിട്ടല്ലേ, അതൊന്നും പ്രശ്നമൊന്നുമില്ല, സോറി പറയേണ്ട കാര്യമൊന്നുമില്ല എന്ന് നമ്മുടെ ഋഷിയുടെ അമ്മയും പറയുന്നുണ്ട്. ജിൻഡോയുടെ കേസ് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ജിൻഡോ ഭയങ്കര ഒരു നിഷ്കമായിട്ടുള്ള ഒരാളും കൂടിയാണ്. എന്ന് വെച്ചാൽ ആരവിടുന്ന് പോയാലും ജിൻഡോയ്ക്ക് സങ്കടമാവും. അതുപോലെ തന്നെ നമ്മൾ കാണുമ്പോൾ വിചാരിക്കും ഡ്രാമയാണെന്ന്, ഒരു 2 തുള്ളി കണ്ണീര് പൊഴിച്ചിട്ട് ആളങ്ങ് പോവും. പക്ഷേ അത് അങ്ങനെ ഒരു ഡ്രാമ ഇറക്കേണ്ട ആവശ്യം ജിൻഡോയ്ക്ക് അവിടെ ഇല്ല. അതാണ് ഏറ്റവും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ജിൻഡോയ്ക്കും അറിയാം ജിൻഡോയെ സപ്പോർട്ട് ചെയ്യുന്ന ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ടെന്ന്. അവിടെ പോയിട്ട് അവരെ മുമ്പ് ഒരു ഡ്രാമ ഇറക്കിയിട്ട് സിമ്പതി വോട്ട് കിട്ടേണ്ട ആവശ്യം ജിൻഡോയ്ക്ക് അവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്നാലും ജിൻഡോ സങ്കടം വരും. എന്ന് വെച്ചാൽ അത്രയും ദിവസം അവിടെ നിന്ന് ഒരാൾ പോകുമ്പോൾ ജിൻഡോ എല്ലാവരെയും ഗെയിമേഴ്സ് ആയിട്ടേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ പുള്ളി ആ ഒരു ഇമോഷൻസ് റിയൽ ആയിട്ട് പ്രകടിപ്പിക്കുന്ന ഒരാളാണ്. അതേസമയത്ത് ജിൻഡോ ചെയ്ത് എല്ലാം ജെന്യൂനാണ്, ഒരു ഡ്രാമ ഇല്ലായിരുന്നു എന്നൊന്നും ഞാൻ പറയുന്നില്ല. തുടക്കത്തിലൊക്കെ ഒരുപാട് ഡ്രാമ ജിൻഡോ അവിടെ ഇറക്കിയിട്ടുണ്ട്, ഒരുപാട് ഡ്രാമ, അത് പാർട്ട് ഓഫ് ഗെയിം ആയിട്ട് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ അതേസമയത്ത് അയാളുടെ ചില ജെന്യൂൻ ആയിട്ടുള്ള കാര്യങ്ങളും ഉണ്ട്. അതുപോലെ ഒന്നാണിത്. അയാൾ ഈ പറയുന്ന പോലെ അയാളുടെ ഉള്ളിലുണ്ട് ഇങ്ങനെ ആ ചെയ്ത തെറ്റായി പോയി, അല്ലെങ്കിൽ അത് മുടിയനെ വേദനിച്ചു എന്നുള്ളതിൻ്റെ ആ ഒരു വിഷമം പുള്ളിയുടെ ഉള്ളിലുണ്ട്. അപ്പോൾ അവരുടെ അമ്മ വന്ന സമയത്ത് പുള്ളി പോയി ക്ഷമ പറയുന്നു എന്നുള്ളതാണ്. അപ്പോൾ ജിൻഡോയുടെ ഒരുപാട് നല്ല ക്വാളിറ്റികൾ അയാൾക്കുണ്ട്. അയാൾ ഈ സീസണിൽ ഒറ്റയ്ക്ക് പൊരുതി ഒരുപാട് നെഗറ്റീവ് ഉണ്ടായിരുന്നൊരു മനുഷ്യനാണ്. എന്ന് വെച്ചാൽ ഒരുപാട് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒത്തിരി സ്വഭാവങ്ങൾ ജിൻഡോയ്ക്കുണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ തെറ്റുകളെ തിരുത്തി കുറെ കൂടെ ബെറ്റർ ആയിട്ട് മുന്നേറിയ ഒരു മത്സരാർത്ഥിയാണ് ജിൻഡോ. അത് ആ വ്യക്തിയിൽ നിന്ന് കാണാനുണ്ട്. തുടക്കത്തിൽ വന്ന ജിൻഡോയിൽ നിന്ന് ഇന്നത്തെ ജിൻഡോയിലേക്ക് നമ്മൾ എത്തുമ്പോൾ അയാളുടെ വ്യക്തിത്വത്തിൽ, ക്യാരക്ടറിലൊക്കെ ഒരുപാട് മാറ്റം ഈ ഷോ കൊണ്ട് ഉണ്ടായിട്ടുണ്ട് എന്ന് കാണാൻ സാധിക്കും.